മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൽ പല വ്യക്തികളുമായി ഇടപഴകി ജീവിക്കുമ്പോഴാണ് മനുഷ്യജീവിതത്തിന് അർത്ഥമുണ്ടാവുക. എന്നാൽ മനുഷ്യബന്ധങ്ങൾ ചിലപ്പോഴൊക്കെ കലഹത്തിനും ഭിന്നതയ്ക്കുമൊക്കെ കാരണമാകാറുണ്ട്. ഒരു വഴക്ക് ഉണ്ടാകാൻ, ഭിന്നത ഉണ്ടാകാൻ അധികം സമയമൊന്നും വേണ്ട. നിസ്സാര കാര്യങ്ങൾ നമ്മളെ ഭിന്നതയിലേക്ക് ചിലപ്പോഴൊക്കെ നയിക്കാറുണ്ട്. പക്ഷേ ഈ വഴക്കുകൾ നീണ്ടുപോകും തോറും മനുഷ്യൻ്റെ ജീവിതം അസ്വസ്ഥജനകമായിരിക്കും. അപ്പോൾ കലഹവും ഭിന്നതയും ഉള്ളിടത്ത് വേണ്ടത് രമ്യതയാണ്, അനുരഞ്ജനപ്പെടലാണ്. അനുരഞ്ജനത്തിൻ്റെ ആവശ്യകത നോമ്പുകാലത്തിൻ്റെ ഒരു പ്രധാന ചിന്തയാണ്. ഉൽപ്പത്തി പുസ്തകം 33-ാമത്തെ അധ്യായത്തിൽ പൂർവ്വപിതാവായ യാക്കോബും ഏസാവും തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗമുണ്ട്. ജ്യേഷ്ഠനായ ഏസാവിൻ്റെ കടിഞ്ഞൂലവകാശം തട്ടിയെടുത്തവനാണ് യാക്കോബ്. അതിനുശേഷം അയാൾ തൻ്റെ അമ്മാവനായ ലാബാൻ്റെ അടുത്ത് നീണ്ട 20 വർഷങ്ങൾ ചെലവിടുകയാണ്. 20 വർഷത്തിന് ശേഷം യാക്കോബ് തൻ്റെ ഭാര്യമാരോടും മക്കളോടും കൂടെ തിരിച്ച് ഏസാവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് ഏസാവിനെ കണ്ടുമുട്ടുന്ന ഒരു രംഗം ഉൽപ്പത്തിയുടെ പുസ്തകം 33-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ രംഗത്തിൽ യാക്കോബ് ഏസാവിൻ്റെ അടുത്ത് എത്തുമ്പോഴും 7 പ്രാവശ്യം താണു വണങ്ങി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിനുശേഷം അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, സന്തോഷത്തിൽ അവർ ചെലവഴിച്ചു. അനുരഞ്ജനം വന്നു കഴിഞ്ഞാൽ അത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ വലിയൊരു ആശ്വാസമാണ് പ്രദാനം ചെയ്യുക. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ ഈശോ തൻ്റെ മലയിലെ പ്രസംഗത്തിൽ സഹോദരനുമായി രമ്യതപ്പെടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നിൻ്റെ സഹോദരന് എന്തെങ്കിലും വിരോധം നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ഉണ്ടെന്ന് തോന്നുന്ന പക്ഷം കാഴ്ചവസ്തു അവിടെ വെച്ചിട്ട് ആദ്യം സഹോദരനുമായി രമ്യതപ്പെടുക, പിന്നെ വന്ന് ബലിയർപ്പിക്കുക എന്നാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുക. അതുകൊണ്ട് അനുരഞ്ജനത്തിൻ്റെ മനുഷ്യരായിട്ട് നമുക്ക് മാറാം. അനുരഞ്ജനത്തിന് 3 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്നാമത്തത്, ഭിന്നതയിലായിരിക്കുന്ന വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളുമായി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്, അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടാമതായി, താഴ്മയോടെ പെരുമാറാനുള്ള, ഒന്ന് താഴാനുള്ള ഒരു മനോഭാവം നമുക്ക് മറ്റുള്ളവരോട് ഉണ്ടാകണം. മൂന്നാമതായി, ഐക്യത്തിനും സ്നേഹത്തിനും വേണ്ടിയുള്ള ഒരു ദാഹം ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ അനുരഞ്ജനം പൂർണ്ണമാകും. ഇതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.